PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മിഷൻ HSI സോഷ്യൽ സയൻസ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ നവോത്ഥാന നായകന്മാരെക്കുറിച്ച്, അതായത് റിനൈസൻസ് നമ്മുടെ സബ്ജക്റ്റ് തന്നെ, അതായത് സിലബസ് തന്നെ പരാമർശിച്ചിരിക്കുന്നതാണ് നവോത്ഥാന നായകന്മാർ. റിനൈസൻസിനെ കുറിച്ചും അതുപോലുള്ള നവോത്ഥാന നായകന്മാരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരായിട്ടുള്ള ഒരാളാണ് ശ്രീ നാരായണ ഗുരു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മെയിൻ പോർഷനിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. HSIക്ക് സോഷ്യൽ സയൻസിന് വേണ്ടി നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും HSI സോഷ്യൽ സയൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ചെയ്തു പോകുന്നതായിരിക്കും. അങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സിലബസ് കവർ ചെയ്യാനും അങ്ങനെ പരീക്ഷയ്ക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. നിങ്ങൾക്കറിയാം, ഈ വരുന്ന HSI എന്ന് പറയുന്നത് നിർണായകമാണ്. ഈ ഒരു അധ്യാപക മേഖലയിലെ അവസാനത്തെ HSI ആണ്. ഇനിയൊരു HSI ഉണ്ടായിരിക്കില്ല. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ലയനമൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഒരു HSI തന്നെ ജോലി മേടിക്കാൻ എല്ലാവരും പരമാവധി ശ്രമിക്കുക. അപ്പോൾ HSI സോഷ്യൽ സയൻസ് ഉള്ളവർ ഓടിവായോ, പഠിച്ചു തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ശ്രീ നാരായണ ഗുരു. ആയിട്ട് ശ്രീ നാരായണ ഗുരുവിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും പഠിച്ചു പോകാം. അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹം ജനിച്ചത് ഏതു വർഷമാണ്? 1856 ഓഗസ്റ്റ് 20 ശ്രീ നാരായണ ഗുരു ജനിക്കുന്നത്. എന്നാണ് 1856 ഓഗസ്റ്റ് 20. ജന്മസ്ഥലം, അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ചെമ്പഴന്തിയാണ്. ചെമ്പഴന്തിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വീട്ടുപേര്, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വയൽവാരം വീടെന്നാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരെന്താണ്? വയൽവാരം വീട് എന്നതാണ് ശ്രീ നാരായണ ഗുരുവിൻ്റെ വീട്ടുപേര്. പിതാവിൻ്റെ പേര് മാടനാശാൻ എന്നും മാതാവിൻ്റെ പേര് കുട്ടിയമ്മ, ബാല്യകാലനാമം നാരായണൻ എന്നുമാണ്. സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20. എന്നാണ് 1928 സെപ്റ്റംബർ 20 അദ്ദേഹം സമാധി അണയുന്നത്. അപ്പോൾ ജനനം എന്നാണ് 1856 ഓഗസ്റ്റ് 20. ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. വീട്ടുപേരെന്താണ്? വയൽവാരം വീട്. എന്താണ്? വയൽവാരം വീട്. ഇങ്ങനെ ചോദിക്കാം. വയൽവാരം വീട്ടിൽ ജനിച്ച നവോത്ഥാന നായകൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണത്? ശ്രീ നാരായണ ഗുരുവാണ്. പിതാവിൻ്റെ പേര് മാടനാശാൻ എന്നും മാതാവിൻ്റെ പേര് കുട്ടിയമ്മ എന്നും ബാല്യകാലനാമം എന്താണ്? നാരായണൻ എന്നും സമാധിയായ വർഷം 1928 സെപ്റ്റംബർ 20 ഇനി അദ്ദേഹത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വിശദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നോക്കാം. ഫസ്റ്റ് പോയിന്റ്, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ശ്രീ നാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏതു പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു? നാണുവാശാൻ. നാണുവാശാൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. അപ്പോൾ ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു. നാണുവാശാൻ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. നമ്മുടെ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. ശ്രീ നാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യാണ് ശ്രീ നാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത്. മരുത്വാമല സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ല ഏതാണ്? മരുത്വാമല സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ജില്ലയാണ് കന്യാകുമാരി എന്ന് പറയുന്നത്. ശ്രീ നാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. അപ്പോൾ ശ്രീ നാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? തപസ് അനുഷ്ഠിച്ചിരുന്നത്. അപ്പോൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. നാണുവാശാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ഗുരുദേവൻ എന്ന് വിളിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ്. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് ആരാണ്? തൈക്കാട് അയ്യാണ്. മരുത്വാമല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട് ജില്ലയിലെ കന്യാകുമാരിയിലാണ്. തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മരുത്വാമല സ്ഥിതി ചെയ്യുന്നത്. ശ്രീ നാരായണ ഗുരു തപസ് അനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹയാണേത്? പിള്ളത്തടം ഗുഹ എന്ന് പറയുന്നത്. ഇനി കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂറിലെ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ആര്? ശ്രീ നാരായണ ഗുരു. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയെ അവരോധിക്കപ്പെട്ടത്. 1911 തിരുവിതാംകൂറിലെ ദേശീയ സന്യാസിയായി അവരോധിക്കപ്പെട്ട നവോത്ഥാന നായകൻ കൂടിയാണ് ആര്? ശ്രീ നാരായണ ഗുരു.
ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്, ശ്രീനാരായണ ഗുരു ജനിക്കുമ്പോൾ ആ ഒരു സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആരാണ് ആ ഒരു സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃഗ്രഹം ഏതാണ്? ഇലഞ്ഞിക്കൽ വീടാണ്. അപ്പോൾ വയൽവാരം വീട്ടിലാണ് ജനനം നമ്മൾ പറഞ്ഞിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃഗ്രഹം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇലഞ്ഞിക്കൽ വീട് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ താഴെ കൊടുത്തിരുന്നെങ്കിൽ ഇലഞ്ഞിക്കൽ വീടുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ഏതെന്ന് വേണ്ടി ചോദിച്ചു നമുക്ക് പെട്ടെന്ന് എന്ത് ഓർക്കും? ഇലഞ്ഞിക്കൽ വീട് ശ്രീനാരായണ ഗുരുവായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വയൽവാരം വീടല്ലേ എന്ന് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ ഇലഞ്ഞിക്കൽ വീട് അദ്ദേഹവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ മാതൃഗ്രഹമാണേത്? ഇലഞ്ഞിക്കൽ വീട്. ഇനി ആദ്യകാല ഗുരു, ശ്രീനാരായണ ഗുരുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ഗുരു ആരായിരുന്നു? കണ്ണങ്കര മുത്തുപിള്ള ആശാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു. അപ്പോൾ കോടതി നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. 1911 തിരുവിതാംകൂർ ദേശീയ സന്യാസിയെ പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ്. നാരായണ ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഗുരുവിൻ്റെ മാതൃഗ്രഹമാണ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ഇലഞ്ഞിക്കൽ വീട് എന്ന് പറയുന്നത്. വയൽവാരം വീട് അദ്ദേഹം ജന്മഗ്രഹമാണെങ്കിൽ മാതൃവീട് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ഇലഞ്ഞിക്കൽ വീടെന്ന് അറിയപ്പെട്ടിരുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റുള്ള ഗുരുക്കന്മാരാരൊക്കെയാണ്? പെട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ എന്നിവയൊക്കെ ആരെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരായിരുന്നു. ശ്രീനാരായണ ഗുരുവിനെ തൈക്കാട് അയ്യ പരിചയപ്പെടുത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. നമ്മൾ പറഞ്ഞു ഹഠയോഗ വിദ്യ അഭ്യസിച്ചത് തൈക്കാട് അയ്യാണ്. ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈ ഒരു ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ച തൈക്കാട് അയ്യയെ ശ്രീനാരായണ ഗുരുവിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം ഏതാണ്? 1913 ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈത ആശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? അദ്ദേഹം സ്ഥാപിച്ച ഈ ഒരു ആലുവയിലെ അദ്വൈത ആശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഓം സാഹോദരി സർവത്ര എന്ന് പറയുന്നതാണ്. ഓം സാഹോദര്യ സർവത്ര എന്നതാണ് ശ്രീനാരായണ ഗുരു 1913 ആലുവയിൽ സ്ഥാപിച്ച അദ്വൈത ആശ്രമത്തിൻ്റെ ആപ്തവാക്യം. ഇനി അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം. ഏത് നദീതീരത്താണ് അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ നദീതീരത്താണ് അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റുള്ള ഗുരുക്കന്മാരാണ് പെട്ടയിൽ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമികളാണ്. ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവയിൽ അദ്വൈത ആശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യ സർവത്ര എന്നതാണ്. അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? പെരിയാറാണ്. ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നമുക്കു ജാതിയില്ല വിളംബരം നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം 1913 സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. എവിടെയാണത്? പെരിയാറിൻ്റെ തീരത്ത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം നമുക്ക് ജാതിയില്ല വിളംബരം നടത്തിയ വർഷം 1916. അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദരി സമ്മേളനം നടന്ന വർഷം. അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സഹോദരി സമ്മേളനം നടന്ന വർഷം ഏതാണ്? 1921 മെയ് 15 എന്നാണ്. 1921 മെയ് 15 ഇന്ന് നടക്കുന്നത് സമസ്ത കേരള സഹോദരി സമ്മേളനം നടന്ന വർഷം. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ്? 1924. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ആലുവയിലെ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി സദാശിവ അയ്യരായിരുന്നു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നത്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, മറിച്ച് അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്നതായിരുന്നു ഈ ഒരു ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം. അപ്പോൾ ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് നമുക്ക് ജാതിയില്ല എന്ന വിളംബരം നടത്തിയ
നടത്തിയത് ഏത് വർഷമാണ്? 1916. എന്നാണ് ആലുവയിൽ ശ്രീനാരായണ ഗുരു അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്ന വർഷം? 1913 സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 16 നമുക്ക് ജാതിയില്ല വിളംബരം അദ്ദേഹം അവിടെ വെച്ച് നടത്തുന്നത്. പെരിയാറിന് തീരത്താണിത് സ്ഥാപിച്ചിട്ടുള്ളത്. അദ്വൈത ആശ്രമത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ അധ്യക്ഷതയിൽ സമസ്ത കേരള സാഹോദരി സമ്മേളനം നടന്നെന്നാണ്? 1921 മെയ് 15 ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് 1924. ആലുവയിൽ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി സദാശിവ അയ്യരായിരുന്നു. ആലുവയിൽ സർവമത സമ്മേളനത്തിൻ്റെ ആപ്തവാക്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് ഈ സമ്മേളനം എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്യം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. ഓർത്തിരിക്കുക, ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ്? അത് ശ്രീലങ്കയാണ്. നാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം നടന്നത് 1918. 2 വർഷമാണ് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സന്ദർശനം നടന്നത് 1918. ആകെ അദ്ദേഹം സന്ദർശിച്ച ഒരു വിദേശ രാജ്യം മാത്രമേ ഉള്ളൂ, അത് ശ്രീലങ്കയാണ്. ആദ്യ ശ്രീലങ്ക സന്ദർശന വേളയിൽ ശ്രീനാരായണ ഗുരുവിനെ അനുഗമിച്ച സന്യാസി വരൻ. അപ്പോൾ ഈ ഒരു ആദ്യമായിട്ടായിരുന്നു 18 ശ്രീലങ്കയ്ക്ക് അദ്ദേഹം യാത്ര പോകുമ്പോൾ അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ഒരു സന്യാസി വരനായിരുന്നു ആര്? സ്വാമി സത്യവ്രതൻ. അപ്പോൾ സ്വാമി സത്യവ്രതൻ ആദ്യമായിട്ട് 1918 ശ്രീനാരായണ ഗുരു ശ്രീലങ്കയ്ക്ക് വിദേശ രാജ്യത്ത് സന്ദർശിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ആര്? സ്വാമി സത്യവ്രതൻ എന്ന് പറയുന്നത്. ഇനി ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം നടത്തിയത് അത് 1926. അദ്ദേഹം 2 തവണയാണ് ഏക ഒരു വിദേശ രാജ്യം സന്ദർശിച്ചിട്ടുള്ളത്. അത് ശ്രീലങ്കയാണ്. 1918 മറ്റൊന്ന് 1926. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം എന്നാണ്? ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിക്കുന്നത് 1904 ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ 1904 രൂപീകൃതമായ സ്ത്രീ സാമ്രാജ്യത്തിൻ്റെ അധ്യക്ഷ മാതാ പെരുമാൾ. അപ്പോൾ സ്ത്രീ സാമ്രാജ്യത്തിന് അദ്ദേഹം ഒരു സ്ത്രീ സാമ്രാജ്യം സ്ഥാപിച്ചിരുന്നു. അതിൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് ആരായിരുന്നു? മാതാ പെരുമാളായിരുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്കയാണ്. അദ്ദേഹം ആദ്യം 1918 പിന്നീട് 1926 ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. 1918 അദ്ദേഹം ആദ്യമായിട്ട് ശ്രീലങ്ക സന്ദർശിക്കാൻ പോകുന്നത്. അന്നേരം അദ്ദേഹത്തെ അനുഗമിച്ച സന്യാസി വരനാണ് സ്വാമി സത്യവ്രതൻ എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ചത് 1904. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ച വർഷം. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1925. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് ഏതായിരുന്നു? കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗത്തിൽ. 1927 നടന്ന SNDP യോഗത്തിലാണ് അദ്ദേഹം അവസാനമായിട്ട് പങ്കെടുത്ത ഒരു പൊതുചടങ്ങ് എന്ന് പറയുന്നത്. എവിടെ വെച്ചിട്ടാണ്? കോട്ടയത്ത് നടന്ന SNDP ഇവിടെ ഒരു പൊതുചടങ്ങിലാണ് ശ്രീനാരായണ ഗുരു 1927 ഏറ്റവും അവസാനമായിട്ട് പങ്കെടുക്കുന്നത്. ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത്. ശ്രീനാരായണ ധർമ്മസംഘം അദ്ദേഹം സ്ഥാപിച്ചത് 1928 ജനുവരി 9 അപ്പോൾ ശ്രീനാരായണ ഗുരു ധർമ്മസംഘം സ്ഥാപിച്ചത് ഏത് വർഷമാണ്? 1928 ജനുവരി 9 ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം. അദ്ദേഹം സമാധി സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ള വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. സമാധി സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹം മരിക്കുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സമാധി അടയുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ബ്രഹ്മവിദ്യാലയം 1925 സ്ഥാപിക്കുന്നു. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്തത് 1927 കോട്ടയത്ത് വെച്ച് നടന്ന SNDPയുടെ ഒരു പൊതുചടങ്ങിലാണ്. ശ്രീനാരായണ ധർമ്മസംഘം അദ്ദേഹം സ്ഥാപിക്കുന്നത് 1928 ജനുവരി 9 ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് അണിഞ്ഞിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളയാണ്. സമാധി സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രായം 72 വയസ്സാണ്. ജനനദിനവും ചരമദിനവും കേരളത്തിൽ അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം ജനിച്ച തീയതിയും അദ്ദേഹം മരണപ്പെട്ട തീയതിയും അല്ലെങ്കിൽ സമാധിയായ തീയതിയും കേരളത്തിൽ അവധി ദിനമായിട്ടുള്ള ഏക നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം. അദ്ദേഹം
തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ആര്? ശ്രീനാരായണ ഗുരു. അദ്ദേഹം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 1967 ഇനി മറ്റൊരു രാജ്യത്തിൻ്റെ ശ്രീലങ്കൻ സ്റ്റാമ്പ് പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, അതായത് ഏതൊരു വിദേശ രാജ്യത്തിൻ്റെ ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഏക മലയാളി, നമ്മൾ പറഞ്ഞിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് സന്ദർശനം നടത്തിയ ഒരു വിദേശ രാജ്യമാണ് ശ്രീലങ്ക. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രീലങ്കയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ടൊരു സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഒരു വിദേശ രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഏക മലയാളിയും ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഏക മലയാളിയും ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹം ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 1967 വിദേശ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 2009 അതുപോലെ ഒരു നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി, ഒരു നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ ഒരു സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടതും ഏക മലയാളി ആര് തന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ്. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിന് മുഖം ആലേഖനം ചെയ്ത് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം ഓർക്കുക. ഗുരുവിനോട് ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത് 5 രൂപ നാണയം പുറത്തിറക്കിയ ഏത് വർഷമാണ്? 2006 സെപ്റ്റംബർ 7 എന്നാണ്. 2006 സെപ്റ്റംബർ 7 പ്രഥമ നാരായണ ഗ്ലോബൽ സർക്കുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത്. പ്രഥമ നാരായണ ഗുരു ഗ്ലോബൽ സർക്കുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ശശി തരൂരാണ്. അപ്പോൾ ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധിയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി 1967, മറ്റൊരു രാജ്യത്തിൻ്റെ ശ്രീലങ്കൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആകെയുള്ളൊരു മലയാളി 2009, നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി, ഗുരുവിനോട് ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിന് മുഖം ആലേഖനം ചെയ്ത് 5 രൂപ നാണയം പുറത്തിറക്കിയ വർഷം 2006 സെപ്റ്റംബർ 7 എന്നാണ്. 2006 സെപ്റ്റംബർ 7 പ്രഥമ നാരായണ ഗ്ലോബൽ സർക്കുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ശശി തരൂരാണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നവി മുംബൈയാണ്. മഹാരാഷ്ട്രയിലെ നവി മുംബൈ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം, ശ്രീനാരായണ ഗുരു ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1952 കൊല്ലത്താണിത് സ്ഥാപിതമാകുന്നത്. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത്, അപ്പോൾ ഈ ട്രസ്റ്റ് സ്ഥാപിതമായത് 1952 കൊല്ലത്താണ് നമ്മൾ പറഞ്ഞു. ആരാണ് ഈ ട്രസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്? ആർ ശങ്കറാണ് ഈ ഒരു ട്രസ്റ്റ് സ്ഥാപിച്ചത്. 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിനെ നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിശേഷണം നൽകിയ പത്രം. 1999 ഡിസംബർ 30 ശ്രീനാരായണ ഗുരുവിനെ നൂറ്റാണ്ടിലെ മലയാളി എന്ന് പറയുന്ന വിശേഷണം നൽകിയ പത്രമാണ് ഏത്? മലയാള മനോരമ. ശിവഗിരി ആദ്യമായി അറിയപ്പെട്ടിരുന്ന ഏത് പേരിലാണ്? ശിവഗിരിക്ക് ഇപ്പോൾ നമ്മൾ ശിവഗിരി എന്ന് വിളിക്കുന്ന ആ ഒരു സ്ഥലം നേരത്തെ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? കുന്നിൻപുറം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ്. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം ഇലവും തിട്ടയിൽ നിന്നാണ് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. ഓർക്കുക, ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഇലവും തിട്ടയിൽ നിന്നാണ് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നവി മുംബൈ ആണ്. നവി മുംബൈ എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലാണ് ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡി സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1952 കൊല്ലത്ത് വെച്ച് 1952 ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിതമാകുന്നത്. ശ്രീനാരായണ ട്രസ്റ്റ് സ്ഥാപിച്ചത് ആർ ശങ്കറാണ്. ആരാണ് സ്ഥാപിക്കുന്നത്? ആർ ശങ്കർ. 1999 ഡിസംബർ 31 ശ്രീനാരായണ ഗുരുവിനെ നൂറ്റാണ്ടിലെ മലയാളി എന്ന് വിശേഷണം നൽകിയ പത്രം ഏതാണ്? മലയാള മനോരമയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശേഷണം നൽകുന്നത്. ശിവഗിരി എന്നറിയപ്പെട്ടിരുന്നത് ഇതിനു മുമ്പ് ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? കുന്നിൻപുറം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ച സ്ഥലം ഏതാണ്? ഇലവും തിട്ടയിൽ നിന്നാണ് ആദ്യത്തെ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത്. 1881 5 തെങ്ങിൽ അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചു. ഏത് വർഷമാണ്? 1881 5 തെങ്ങിൽ അദ്ദേഹം സ്കൂൾ സ്ഥാപിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ. ഒരു പരിഷ്കൃത സമൂഹത്തെ, അതായത് വളരെ ദുരാചാരങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ആർഭാടവും അമിതവ്യായവും ഒഴിവാക്കി ലളിത ജീവിതം നയിക്കാൻ ഉപദേശിച്ച നവോത്ഥാന നായകൻ. ആർഭാടവും അമിതവ്യായവും ഒഴിവാക്കി ലളിത ജീവിതം
നയിക്കാനായിട്ട് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ കൂടിയാണ് അദ്ദേഹം. കാർഷിക വ്യവസായ പ്രദർശനം സംഘടിപ്പിച്ചു. അദ്ദേഹം 1950 കൊല്ലത്ത് കാർഷിക വ്യവസായ പ്രദർശനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. 1915 പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തി. അപ്പോൾ ഓർക്കുക, 1915 പുലയ വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തിയ വ്യക്തി ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ മിശ്രഭോജനം കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വേറൊരു നവോത്ഥാന നായകൻ്റെ പേര് ഓർമ്മ വരില്ല. പക്ഷെ മിശ്രഭോജനം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? 1915 പുലയ വിദ്യാർത്ഥികളെ പുലയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി മിശ്രഭോജനം നടത്തിയത് ആരാണ്? 1915 അത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ഓർക്കുക, 1881 5 തെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചു. ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആർഭാടവും അമിത വ്യായവും ഒഴിവാക്കി ജനങ്ങളോട് എന്ത് ചെയ്തു? ലളിത ജീവിതം നയിക്കുക, നിങ്ങൾ ലളിതമായിട്ട് ജീവിക്കാൻ ആഹ്വാനം ചെയ്തു. 1950 വ്യവസായ പ്രദർശനം നടത്തി. 1915 പുലയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി അദ്ദേഹം എന്ത് സംഘടിപ്പിച്ചു? മിശ്രഭോജനം സംഘടിപ്പിച്ചു. എന്ത് സംഘടിപ്പിച്ചു? മിശ്രഭോജനം സംഘടിപ്പിച്ചു. പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ ശ്രീനാരായണ ഗുരു എതിർത്ത സമ്മേളനമാണ് പരവൂർ സമ്മേളനം. അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, കൊല്ലത്തെ പരവൂർ സമ്മേളനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം, വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം എന്നിവയെ എതിർത്ത നവോത്ഥാന നായകൻ ആരാണത്? ശ്രീനാരായണ ഗുരു. ഏത് സമ്മേളനത്തിൽ വച്ചിട്ടാണ് അദ്ദേഹം ഇതിനൊക്കെ എതിർക്കാൻ ആഹ്വാനം ചെയ്യുന്നത്? കൊല്ലത്തെ പരവൂർ സമ്മേളനത്തിൽ വച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ദുരാചാരങ്ങൾ എതിർത്തത്. ഇനി വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? വ്യവസായശാലകളൊക്കെ നിർമ്മിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാനായിട്ട് പറഞ്ഞ വ്യക്തിയാണ്. അന്ധവിശ്വാസങ്ങൾ, ജാതി വിവേചനം എന്നിവയുടെ ഇതിനെ നിലകൊണ്ടു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനത്തിന് എന്നിവയ്ക്കൊക്കെ വേണ്ടി നിലകൊണ്ട നവോത്ഥാന നായകനാണ്. സർവ്വമത സാഹോദര്യത്തിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ. സർവ്വമത സാഹോദര്യം, എല്ലാ മതങ്ങളെയും ഒരുപോലെ കണ്ട് എല്ലാ മതങ്ങളുടെ സൗഹാർദ്ദത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾ ജീവിക്കുന്ന ആഹ്വാനം ചെയ്തു നവോത്ഥാന നായകനാണ്. സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ഗുരുവിൻ്റെ സംഭാവനകൾ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയവരുടെ പ്രശംസയ്ക്ക് പാത്രമായി. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറും മഹാത്മാഗാന്ധിയും ഇദ്ദേഹം സാമൂഹ്യ നവോത്ഥാന രംഗത്ത് ചെയ്ത പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വാഴ്ത്തിയ വ്യക്തികളാണ് ആരൊക്കെ? ശ്രീനാരായണ ഗുരുവിനെ വാഴ്ത്തിയ വ്യക്തികളാണ് ഗാന്ധിജിയും ടാഗോറും. അപ്പോൾ പുളികുടി, തിരണ്ടു കല്യാണം, താലികെട്ട് കല്യാണം തുടങ്ങിയ ദുരാചാരങ്ങളെ എതിർത്ത നവോത്ഥാന നായകനാണ്. വ്യവസായശാലകൾ സ്ഥാപിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ച നവോത്ഥാന നായകനാണ്. അന്ധവിശ്വാസങ്ങൾക്കും ജാതി വിവേചനത്തിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച നവോത്ഥാന നായകനാണ്. സർവ്വമത സാഹോദര്യത്തിന് വേണ്ടി പ്രയത്നിച്ച നവോത്ഥാന നായകൻ. എല്ലാ മതങ്ങളും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ മതത്തെയും ജനങ്ങൾ ഒന്നെന്ന രീതിയിൽ എല്ലാ മതങ്ങളും എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളും എല്ലാവരും ഒരു സാഹോദര്യം അല്ലെങ്കിൽ ഒരു സൗഹൃദം വെച്ച് പുലർത്തണമെന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ്. ഇദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ദുരാചാരങ്ങളും ജനങ്ങൾ ഒരുപാട് കഷ്ടതകളും ജാതി വിവേചനവും അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും ജനങ്ങളെ നന്മ പാതയിലേക്ക് കൈപിടിച്ചുയർത്താനും ഇദ്ദേഹം ചെയ്ത പല പ്രവർത്തനങ്ങളും ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജിയുടെയും ടാഗോറിൻ്റെയും ഒക്കെ പ്രശംസയ്ക്ക് അവർ വളരെയധികം പ്രശംസിച്ചിരുന്നു ശ്രീനാരായണ ഗുരുവിനെ. ഇനി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDPനെ കുറിച്ചിട്ടാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപകരാരാണ്? ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ സ്ഥാപകൻ. സ്ഥാപിതമായ വർഷം എന്നാണ് SNDP സ്ഥാപിതമായത്? 1903 മെയ് 15. എന്നാണ്? 1903 മെയ് 15-ാം തീയതിയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമാകുന്നത്. ഇനി ഇത് സ്ഥാപിതമായിട്ട് ആസ്ഥാനം എവിടെയാണ്? കൊല്ലത്താണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിതമാകുന്നത്. ആജീവനാന്ത അധ്യക്ഷൻ, SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഈ SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. ആദ്യ സെക്രട്ടറി കുമാരനാശനാണ്. അപ്പോൾ സ്ഥാപകൻ ശ്രീനാരായണ ഗുരു. 1903 മെയ് 15-ാം തീയതിയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിക്കുന്നത്. ആസ്ഥാനം കൊല്ലമാണ്. ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനുമായിരുന്നു. അരുവിപ്പുറം തീർത്ഥാടകർക്ക്
ഭക്ഷണ വിതരണത്തിനെ ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം. വാവൂട്ട് യോഗം എന്ന് പറയുന്നത് എന്താണ്? അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനായി ആരംഭിച്ച സമിതിയാണ് വാവൂട്ട് യോഗം എന്ന് അറിയപ്പെടുന്നത്. SNDPയുടെ അതായത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന യോഗം കൂടിയാണ്, സമിതി കൂടിയാണ് ഏത്? വാവൂട്ട് യോഗം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഏതാണ്? വാവൂട്ട് യോഗമാണ് SNDPയുടെ മുൻഗാമി എന്ന പേരിൽ അറിയപ്പെടുന്നത്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം, SNDPയുടെ രൂപീകരണത്തിന് കാരണമായി തീർന്ന യോഗം ഏതാണ്? അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ്. ഓർക്കുക, SNDPയുടെ രൂപീകരണത്തിന് കാരണമായി തീർന്ന യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിക്കുന്നത്. ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാൽ ശ്രീനാരായണ ഗുരു SNDP യോഗം സ്ഥാപിക്കുന്നത്. അപ്പോൾ ആരാണ് SNDP യോഗം സ്ഥാപിക്കാനായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിച്ചത്? ഡോക്ടർ പൽപ്പുവാണ് SNDP യോഗം സ്ഥാപിക്കാനായിട്ട് ശ്രീനാരായണ ഗുരുവിനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അരുവിപ്പുറം തീർത്ഥാടകർക്ക് ഭക്ഷണ വിതരണത്തിനെ ആരംഭിച്ച സമിതി ഏത് പേരിൽ അറിയപ്പെടുന്നു? വാവൂട്ട് യോഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. SNDP യോഗത്തിൻ്റെ മുൻഗാമിയാണ് ഏത്? വാവൂട്ട് യോഗം എന്ന് പറയുന്നത്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായി തീർന്ന ഏതാണ്? അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ്. ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയിലാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരു SNDP രൂപീകരിക്കുന്നത്. SNDPയുടെ ആദ്യ മുഖപത്രം വിവേകോദയമാണ്. SNDPയുടെ ആദ്യത്തെ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ് SNDPയുടെ ആദ്യത്തെ മുഖപത്രം. ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥമാണ് കേട്ടോ. ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥമെന്നും ആദ്യത്തെ മുഖപത്രം ഏതാണ്? വിവേകോദയമാണ്. വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1904 മെയ് 13 എന്നാണ്. 1904 മെയ് 13 വിവേകോദയം പ്രസിദ്ധീകരണം ആരംഭിക്കുക. അതെന്താണ്? SNDPയുടെ ആദ്യത്തെ മുഖപത്രമാണ് വിവേകോദയം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗാനാഥമാണ്. വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ, വിവേകോദയം എന്ന് പറയുന്ന SNDPയുടെ ആദ്യ മുഖപത്രം എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശാനാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഏതാണ്? നമ്മുടെ വിവേകോദയമാണ് ഈഴവ ഗസറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം ഏതാണ്? യോഗാനാഥമാണ് ഇപ്പോഴത്തെ മുഖപത്രം. അപ്പോൾ വിവേകോദയം ആദ്യത്തെ മുഖപത്രമായിരുന്നു. ഇപ്പോഴത്തെ മുഖപത്രം യോഗാനാഥമാണ്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ഏതാണ്? വിവേകോദയമാണ്. അതായത് വിവേകോദയം എന്തായിരുന്നു? SNDPയുടെ ആദ്യ മുഖപത്രം. 1904 മെയ് 13 ആരംഭിച്ച കുമാരനാശാൻ സ്ഥാപകനായിട്ടുള്ള ഈ പത്രമാണ് ഈഴവ ഗസറ്റ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇനി പ്രധാന കൃതികൾ നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഏതാണ്? ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ടാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ് ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത്. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ഗുരുവിനെ രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ശിവശതകമാണ്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതി മിംസ. അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ഏതാണ്? ജാതി മിംസയാണ്. അപ്പോൾ അരുവിപ്പുറം പ്രതിഷ്ഠാ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? ശിവശതകമാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചത് ആർക്കാണ്? ചട്ടമ്പി സ്വാമികൾക്കാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഏത്? ഗജേന്ദ്രമോക്ഷ വഞ്ചിപ്പാട്ട് എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്ത് PA ബക്കറാണ് ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തി. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്ത് R സുകുമാരനാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്ത ആരാണ്? R സുകുമാരനാണ്. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവെ അഭിനയിച്ചത് തലൈവാസൽ വിജയ് ആണ്. നമ്മുടെ യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായിട്ട് അഭിനയിച്ചത്. ശരിക്കും ശ്രീനാരായണ ഗുരുവിനെ പോലെ തന്നെ ഒരു ഔട്ട്ഫിറ്റൊക്കെ ഇട്ട് നല്ല ഒരു ഭംഗിയായിട്ട് അദ്ദേഹം ആ ഒരു കഥാപാത്രത്തെ അഭിനയിച്ച് വലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരുവിനോട് സാമ്യം തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു തലൈവാസൽ വിജയനകത്ത് അവതരിപ്പിച്ചിരുന്നത്. അപ്പോൾ അത് കണ്ടവർക്ക് അറിയാം. അപ്പോൾ ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്ത് PA ബക്കറാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് R സുകുമാരനാണ്. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ വേഷം അഭിനയിച്ച വ്യക്തി തലൈവാസൽ വിജയ് ആണ്.
ഇനി ശ്രീനാരായണ ഗുരുവിനെ ഒന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം മനുഷ്യനായിട്ട് തന്നെ കാണണം. ഒരു ദൈവമായിട്ടല്ല, ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹത്തെ കാണേണ്ടതെന്ന് പറഞ്ഞത് ആരാണ്? അയ്യങ്കാളിയാണ്. മഹാത്മാഗാന്ധിക്ക് മുൻപ് സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു എന്ന് പറഞ്ഞതാണ് CP രാമസ്വാമി അയ്യർ. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് മുൻപ് സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തി ആരാണെന്ന് പറഞ്ഞത് ആരാണ്? അത് CP രാമസ്വാമി അയ്യരാണ്. ഞാൻ പല സിംഹരെയും മഹർഷികളെയും, പല സന്യാസിമാരെയും അല്ലെങ്കിൽ മഹർഷികളെയൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മികച്ചത്, അദ്ദേഹത്തിന് തുല്യനായൊരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടുമില്ല. അപ്പോൾ അദ്ദേഹത്തിനേക്കാൾ മികച്ചതായിട്ടും അദ്ദേഹത്തിന് തുല്യമായിട്ടും ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഈ ചട്ടമ്പി സ്വാമികൾ അദ്ദേഹം പല പ്രമുഖന്മാരെയും കണ്ടുമുട്ടിയ വർഷവും കണ്ടുമുട്ടിയ സ്ഥലവുമാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടിയത് ഏത് വർഷമാണ്? 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരു ടാഗോറും കണ്ടുമുട്ടിയത് 1922 ശിവഗിരിയിൽ വെച്ചിട്ടാണ്. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും കണ്ടുമുട്ടിയത് 1925 ശിവഗിരി വച്ചിട്ടാണ്. രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1916 തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണ്. വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1914 ആലുവയിലാണ്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്താണ്. ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1895 ബംഗളൂരുവിൽ വച്ചിട്ടാണ്. കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1891 കായിക്കര വച്ചിട്ടാണ്. അപ്പോൾ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ഏത് വർഷമാണ്? 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട്. ടാഗോറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1922 ശിവഗിരിയിൽ വെച്ചിട്ട്. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1925 ശിവഗിരിയിൽ വെച്ചിട്ട്. രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1916 തിരുവണ്ണാമലയിൽ വെച്ചിട്ട്. വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1914 ആലുവയിൽ വെച്ചിട്ട്. അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്ത് വെച്ചിട്ട്. ഡോക്ടർ പൽപ്പുവും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1895 ബംഗളൂരുവിൽ വെച്ചിട്ട്. കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് 1891 കായിക്കര വച്ചിട്ടാണ്. അപ്പോൾ ഇത് കാണാതെ പഠിച്ചിരുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളെക്കുറിച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആശ്രമം, ദൈവദശകം, ദർശനമാല, വേദാന്ത സൂത്രം, സമാധി ശ്ലോകങ്ങൾ, ശിവശതകം, ശിവപ്രസാദ പഞ്ചകം, സദാചാരം, ജീവകാരുണ്യ പഞ്ചകം, ജാതി നിർണയം, ജാതി ലക്ഷണം, ഷൺമുഖ ദർശകം, കാളി നാടകം, കൃഷ്ണദർശനം തുടങ്ങിയവ എന്താണ്? ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. ഏതൊക്കെയാണ്? ആശ്രമം, ദൈവദശകം, ദർശനമാല, വേദാന്ത സൂത്രം, സമാധി ശ്ലോകങ്ങൾ, ശിവശതകം, ശിവപ്രസാദ പഞ്ചകം, സദാചാരം, ജീവകാരുണ്യ പഞ്ചകം, ജാതി നിർണയം, ജാതി ലക്ഷണം, ഷൺമുഖ ദർശകം, കാളി നാടകം, കൃഷ്ണദർശനം എന്നിവയൊക്കെ എന്താണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. ഇനി ഗുരുവിനെക്കുറിച്ചുള്ള കുറച്ച് കൃതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗുരു എന്ന കൃതി രചിച്ചത് കെ സുരേന്ദ്രനാണ് ഗുരു എന്ന് പറയുന്ന കൃതി രചിച്ചത്. നാരായണം എന്ന് പറയുന്ന കൃതി രചിച്ചത് പെരുമ്പടം ശ്രീധരനാണ്. നാരായണം എന്ന കൃതി ഗുരുവിനെക്കുറിച്ച് രചിച്ചത് ആരാണ്? പെരുമ്പടം ശ്രീധരനാണ്. ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവനാണ്. നാരായണ ഗുരുസ്വാമി എന്ന കൃതി രചിച്ചത് AK സാനുവാണ്. ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് D ഭാസ്കരനാണ്. യുഗപ്പിറവി എന്ന കൃതി രചിച്ചത് K വാസുദേവൻ. ഗുരുവിൻ്റെ ദുഃഖം എന്ന് പറയുന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രവാചകൻ എന്ന കൃതി രചിച്ചത് P പരമേശ്വരൻ. ബുദ്ധനും ശ്രീനാരായണ ഗുരുവും എന്ന കൃതി രചിച്ചത് ഡോക്ടർ K സുഗുതനാണ്. അപ്പോൾ ഓർക്കുക, ഗുരു എന്ന കൃതി രചിച്ചത് K സുരേന്ദ്രനും, നാരായണം എന്ന കൃതി രചിച്ചത് പെരുമ്പടം ശ്രീധരനും, ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവനും, നാരായണ ഗുരുസ്വാമി എന്ന് പറയുന്ന കൃതി രചിച്ചത് AK സാനുവും, ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിക്കുന്നത് T ഭാസ്കരനും, യുഗപ്പിറവി എന്ന കൃതി രചിച്ചത് K വാസുദേവനും,
ഗുരുവിൻ്റെ ദുഃഖം എന്ന് പറയുന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോടും, ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ പ്രചാരകൻ എന്ന കൃതി രചിച്ചത് പി പരമേശ്വരനും, ബുദ്ധനും നാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ഡോക്ടർ കെ സുഗതനുമാണ്. ഇനി ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യ ക്ഷേത്രം അരുവിപ്പുറം നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് പ്രതിഷ്ഠ നടത്തുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യ ക്ഷേത്രം ഏതാണ്? അരുവിപ്പുറമാണ്. നെയ്യാറ്റിൻകരയിലെ അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തിട്ടാണ് ആദ്യ പ്രതിഷ്ഠ നടത്തുന്നത്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. അപ്പോൾ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച ഏത് വർഷമാണ്? 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഓർക്കുക. ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887, പ്രതിഷ്ഠ നടത്തുന്ന പിറ്റേ വർഷമാണ് ഏത്? 1888 ഫെബ്രുവരിയിലാണ് അദ്ദേഹം പ്രതിഷ്ഠ നടത്തുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠാ ക്ഷേത്രം വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തുന്നത് എവിടെയാണ്? വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് പൂത്തോട്ടു ശ്രീ വല്ലഭേശ്വര ക്ഷേത്രം. പൂത്തോട്ടു ശ്രീ വല്ലഭേശ്വര ക്ഷേത്രത്തിന് പ്രത്യേകത എന്താണ്? ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണിത്. അപ്പോൾ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ ആദ്യ ക്ഷേത്രം അരുവിപ്പുറമാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് പിറ്റേ വർഷം 1888 ഫെബ്രുവരിയിലാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? വക്കം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? പൂത്തോട്ടു ശ്രീ വല്ലഭേശ്വര ക്ഷേത്രത്തിലാണ്. ഇനി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം. അദ്ദേഹം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ പ്രതിഷ്ഠ നടത്തുകയും ചെയ്ത വർഷം ഏതാണ്? 1908. എന്നാണ്? 1908. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർക്കുക. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയ വർഷം ഏതാണ്? 1912. എന്നാണ്? 1912. ആകൃതി നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ശിവഗിരി ശാരദാ മഠം. ശിവഗിരി ശാരദാ പ്രതിഷ്ഠ സ്ഥാപക കമ്മിറ്റിയുടെ അധ്യക്ഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം. തൃശ്ശൂരിലെ കാരമുക്കിലെ വിളക്കമ്പലത്താണ് ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് ഏത്? വിളക്കമ്പലം. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂരിലെ കാരമുക്കിലാണ് വിളക്കമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം പണി കഴിപ്പിച്ച് പ്രതിഷ്ഠ നടത്തിയത് 1908. ഗുരു ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ നടത്തിയത് 1912. അഷ്ടഭുജ ആകൃതി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഏത്? ശിവഗിരി ശാരദ മഠം എന്ന് പറയുന്നത്. ശിവഗിരി ശാരദ പ്രതിഷ്ഠ സ്ഥാപക കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം ഏതാണ്? തൃശ്ശൂരിലെ കാരമുക്കിലെ വിളക്കമ്പലം എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് അദ്ദേഹം ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത്. ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് വചനങ്ങൾ നമുക്ക് നോക്കാം. ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഇതൊക്കെ ആരുടെ വചനങ്ങളാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട വചനങ്ങളാണ്. ഏതൊക്കെയാണ്? ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്. എന്താണ്? ജാതി ചോദിക്കരുത്, ചിന്തിക്കരുത്, പറയരുത്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. എന്താണ്? മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഞാൻ പ്രതിഷ്ഠിച്ചത് എന്താണ്? ഈഴവ ശിവനെയാണ്. ഈഴവ ശിവനെയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. സംഘടന കൊണ്ട് ശക്തരാകുക, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകനാണ്. ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട തലശ്ശേരിയാണ്. 1927 അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെടുന്നത്. ആദ്യ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരനാണ്. ആദ്യ പ്രതിമ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുത്ത വ്യക്തിയാണ് ആര്? ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ മൂർക്കോത്ത് കുമാരൻ. ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കൈതമുക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ കൈതമുക്കിലാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ
ഗുരുവിൻ്റെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്? 1920 സെപ്റ്റംബർ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ പ്രതിമ അനുച്ഛാദനം ചെയ്ത നഗരമാണ് തിരുവനന്തപുരം. നമ്മൾ കറണ്ട് അഫെയറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. എന്താണ്? 2020 സെപ്റ്റംബർ ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് കേരള സാംസ്കാരിക വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഗുരുവിൻ്റെ പ്രതിമ അനുച്ഛാദനം ചെയ്ത നഗരം ഏതാണ്? അത് തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഏക നവോത്ഥാന നായകനാണ് ആര്? ശ്രീനാരായണ ഗുരു. ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് 1927 തലശ്ശേരിയിലാണ്. ആദ്യ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരനാണ്. ഏറ്റവും ഉയരം കൂടിയ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്, കൈതമുക്ക്. ഇനി രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. പെരിയ സ്വാമി എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്ന ഈ ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ഗോവിന്ദപിള്ളയാണ്. അപ്പോൾ ഓർക്കുക, രണ്ടാം ബുദ്ധൻ എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. പെരിയ സ്വാമി എന്ന് ശ്രീനാരായണ ഗുരുവിനെ വിശേഷിപ്പിച്ചത് ഡോക്ടർ പൽപ്പു ആണ്. കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്ന് വിശേഷിപ്പിച്ച ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ ഗോവിന്ദപിള്ളയാണ്. എന്താണ്? കേരള നവോത്ഥാനത്തിൻ്റെ രാജശില്പി എന്ന് വിശേഷിപ്പിച്ചു. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ കളവൻകോട്, ഉല്ലല എന്ന് പറയുന്ന സ്ഥലത്ത് 2 ക്ഷേത്രങ്ങളിലാണ് എന്ത് ചെയ്തത്? ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത്. ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാണ് കളവൻകോട്. കളവൻകോടിലാണ് ഗുരു ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. ഇനി ഗുരുവിൻ്റെ പ്രധാന ശിഷ്യന്മാരെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സഹോദരൻ അയ്യപ്പൻ, ഏണസ്റ്റ് കിർക്ക്, ബോധാനന്ദ സ്വാമി, ആത്മാനന്ദ സ്വാമി, സി കേശവൻ, ഡോക്ടർ പൽപ്പു, എം ഗോവിന്ദൻ, എൻ കെ കുമാരൻ, ടി കെ മാധവൻ, കുമാരനാശാൻ, ശ്രീകൃഷ്ണൻ, ആനന്ദതീർത്ഥൻ, നടരാജഗുരു, ധർമ്മതീർത്ഥൻ എന്നിവരാണ് പ്രധാന ശിഷ്യന്മാർ. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ, ഏണസ്റ്റ് കിർക്ക്, ബോധാനന്ദ സ്വാമി, ആത്മാനന്ദ സ്വാമി, സി കേശവൻ, ഡോക്ടർ പൽപ്പു, എം ഗോവിന്ദൻ, എൻ കുമാരൻ, ടി കെ മാധവൻ, കുമാരനാശാൻ, ശ്രീകൃഷ്ണൻ, ആനന്ദതീർത്ഥൻ, നടരാജഗുരു, ധർമ്മതീർത്ഥൻ എന്നിവരെന്തൊക്കെയാണ്? പ്രധാന ശിഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരു വീഡിയോയിൽ നോക്കി പോയിട്ടുണ്ട്. എല്ലാ പോയിൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് നവോത്ഥാന നായകൻ, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന് PSC ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ എല്ലാ തവണയും PSC ഏതൊരു എക്സാം എടുത്താലും ചോദിക്കാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ പഠിച്ചു പോവുക. താങ്ക്